അഗ്രസീവ്നെസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം അധികം ക്വാണ്ടിറ്റി, ഇപ്പം നമ്മൾ ഒരു 3 feet ടാങ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊള്ളാവുന്ന രീതിയിലുള്ള മത്സ്യങ്ങൾ മാത്രം ഇടുക. എണ്ണം കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിലും സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിലും വലുതും ചെറുതും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഓസ്കാർ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സെറ്റപ്പ് നമുക്ക് വേണം. ഓസ്കാറിനെ നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സെറ്റപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള അസുഖം വരും. ചിക്കിളിൽ നിന്ന് വരുമ്പോൾ തന്നെയാണ് പൊതുവെ ടെമ്പറേച്ചർ ഹീറ്ററിന്റെ ആവശ്യമില്ല, നോർമൽ രീതിയിൽ നമുക്ക് വളർത്താം. എന്നിരുന്നാലും ഹെഡ് ഇൻ ഹോള് പൊതുവെ കണ്ടുവരുന്നുണ്ട്, വൈറ്റ് സ്പോട്ട് വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും ഇവരെ ബാധിച്ച് കാണുന്നുണ്ട്. പൊതുവെ ഹാർഡിയാണ്. പിന്നെ ഇവരെ ഡ്രാമ ക്യൂൻ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഇത് പറയുന്നുണ്ട്. കാരണം ഇവര് ചില സമയത്ത് ഇവര് ഡെത്ത് ആയതുപോലെ ടാങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും. ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമ്പോൾ കൂടുതൽ എങ്ങനെ വരുന്നത്, അയ്യോ നമ്മൾ പേടിച്ച് നമ്മൾ പാനിക്കായിട്ട് നമ്മൾ പോകുമ്പോൾ എണീറ്റങ്ങ് പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഞാൻ കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇവർ നമുക്ക് ബ്രീഡിംഗ് പോസിബിൾ ആണ്. ബ്രീഡിങ്ങിന്റെ നമുക്ക് എല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കി വളരെ ലെന്ത് ആക്കുന്നില്ല. ബ്രീഡിങ്ങിന്റെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.